അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലൂറീസ് അൽഗോരിതമാണ്. അപ്പോൾ ഈ ഫ്ലൂറീസ് അൽഗോരിതത്തിൽ വേണ്ട രണ്ട് സംഭവങ്ങളാണ്. ഏതൊക്കെയാണ്? ഓയിലർ സർക്യൂട്ടും ഓയിലർ പാത്തും. ഇത് രണ്ടും നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഓയിലർ സർക്യൂട്ട് എന്തായിരുന്നു? ഒരു ക്ലോസ്ഡ് വാക്കായിരിക്കണം, എല്ലാ എഡ്ജസും ട്രാവൽ ചെയ്യണം, എക്സാക്ട്ലി വൺസ് ആയിരിക്കണം. ഓയിലർ പാത്ത് എന്ന് പറയുന്നത് എന്തുമായിരുന്നു? ഒരു ഓപ്പൺ വാക്കായിരുന്നു അല്ലേ. അതിലും എന്താണ്? എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് ആയിരിക്കണം ട്രാവൽ ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇവിടെ നോട്ടായിട്ട് കൊടുത്തേക്കുന്നത്, ഓയിലർ സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്? എല്ലാ വെർട്ടിസസിനും ഈവൻ ഡിഗ്രി ആയിരിക്കും അല്ലേ. ഓയിലർ പാത്ത് ആണെങ്കിലോ ഏതെങ്കിലും രണ്ട് വെർട്ടിസസിന് ഓഡ് ഡിഗ്രി കാണും. അങ്ങനെയാണെങ്കിൽ അതിനെ ഓയിലർ പാത്ത് എന്ന് പറയാം അല്ലേ. ഓയിലർ സർക്യൂട്ടാണ് ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ നമ്മൾ ആ ഗ്രാഫിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എല്ലാ വെർട്ടിസസിനും ഈവൻ ഡിഗ്രി ആണോ നോക്കാം. എല്ലാ വെർട്ടിസസിനും ഈവൻ ഡിഗ്രി ആണെങ്കിൽ അത് ഓയിലർ സർക്യൂട്ടായിരിക്കും. ഓയിലർ പാത്ത് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും രണ്ട് വെർട്ടിസസിന് ഓഡ് ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഓയിലർ പാത്ത് ആണെന്ന് പറയാം. ഓക്കെ, അപ്പം ഫ്ലൂറീസ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് എന്തെന്ന് നോക്കിയാലോ. അതായത് എനിക്ക് ഏത് വെർട്ടക്സിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഞാനൊരു വെർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യാമെന്ന് വെച്ചോ. അപ്പം ഞാൻ ഓരോ എഡ്ജ് ട്രാവേഴ്സ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇതൊരു ഗ്രാഫാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഓരോ വെർട്ടക്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യത്തില്ല. ഇപ്പം ഞാൻ ഈ വെർട്ടക്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് ഈ എഡ്ജ് ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എനിക്കങ്ങ് എറേസ് ചെയ്ത് കളയാം. ഞാൻ ഓരോന്ന് ട്രാവൽ ചെയ്യുമ്പോഴും ആ എഡ്ജിനെ ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇങ്ങനെ റിമൂവ് ചെയ്ത് വന്ന് നിൽക്കുമ്പം ലാസ്റ്റ് ഒരു ഐസൊലേറ്റഡ് വെർട്ടക്സിലാണ് വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് വെർട്ടിസസിലാണ് ഞാൻ വന്ന് നിൽക്കുന്നതെങ്കിൽ എനിക്ക് അതിനെ അങ്ങ് ഡയറക്റ്റ് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ബ്രിഡ്ജൊക്കെ വരുവാണെങ്കിൽ ലാസ്റ്റ് എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രിഡ്ജിനെ നമ്മൾ ആദ്യം എടുത്തു, എന്നിട്ട് അതിനെ നമ്മൾ എറേസ് ചെയ്യുക, പിന്നെ അതെന്തായി മാറും? ഡിസ്കണക്റ്റഡ് ഗ്രാഫായി മാറും. അങ്ങനെ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ബ്രിഡ്ജൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ബ്രിഡ്ജിനെ യൂസ് ചെയ്യാവും. അപ്പോൾ എൻ്റെ ഈ ക്വസ്റ്റ്യൻ നോക്കി, എനിക്ക് ഓയിലർ പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓയിലർ പാത്തും ഉണ്ട് സർക്യൂട്ടും ഉണ്ട്, രണ്ട് തിരിഞ്ഞു പോലെ. ഇപ്പോൾ എല്ലാ ഈവൻ ഡിഗ്രി ആണെങ്കിൽ അത് ഓയിലർ സർക്യൂട്ടായിരിക്കും. ഇപ്പം ഏതെങ്കിലും രണ്ടെണ്ണം ഓഡ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓയിലർ പാത്തായിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം ഇത് ഓയിലർ പാത്താണോ നോക്കിക്കേ. ഇപ്പം ഇവിടുത്തെ ഡിഗ്രി എത്ര? 4 ഈവൻ അല്ലേ. ഈ V3യുടെ ഡിഗ്രി 2 ആണ്, V2ൻ്റെ ഡിഗ്രി 1 2 3 ആണല്ലേ. അപ്പോൾ ഓക്കെ, ഒരു ഓഡ് ഡിഗ്രി കിട്ടി. ഓക്കെ, V1ൻ്റെ ഡിഗ്രിയോ 1 2 3 4 ആണ്. V5ൻ്റെ ഡിഗ്രി 2 ആണ്. V1ൻ്റെ ഡിഗ്രി കണ്ടോ 1 ആണ്. ഡിഗ്രി ഓഫ് V2 എനിക്ക് ഓഡ് കിട്ടിയല്ലേ. അതേപോലെ ഡിഗ്രി ഓഫ് V7 എനിക്ക് ഓഡ് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണ്? ഒരു ഓയിലർ പാത്താണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് V2 V7 ആദ്യം ചൂസ് ചെയ്യാം. ഞാൻ V7 ആദ്യം ചൂസ് ചെയ്യുന്നില്ല, കാരണം അങ്ങോട്ടൊരു ബ്രിഡ്ജ് ആയതുകൊണ്ട് ഞാൻ V7 ചൂസ് ചെയ്തില്ല. അതിന് വരെ ഞാനിപ്പോൾ V2നെ ഞാൻ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ V2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം V2 ഞാൻ V2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് ഒരു സ്റ്റെപ്പ് പോലെ എഴുതി കാണിക്കാം. ആദ്യം ഞാൻ അപ്പോൾ V2 ചൂസ് ചെയ്തത്. അപ്പം ഞാൻ V2 ആണ് ഇപ്പം നിൽക്കുന്നത് അല്ലേ. ഇനി എനിക്ക് എങ്ങനെ പോവാം? V2 V6 പോവാം, V2 V3 പോവാം, V2 V1 പോവാം. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാമല്ലേ. ഞാനിപ്പോൾ എവിടെ പോവാണ്? V2 V1 പോവാണ്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് എഡ്ജ് ഏതാണ് ഞാൻ പോകാൻ പോകുന്നത്? V1. അത് ഞാനിവിടെ കാണിക്കണം. V1 പോകുന്നത്. അപ്പം ഞാൻ അതാണ്ട് V2 V1 അപ്പോഴത്തേക്ക് ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഞാനിപ്പോൾ V2 V1 വന്നില്ലേ, ഇനി എനിക്ക് ഈ ഒരു എഡ്ജ് അങ്ങ് റിമൂവ് ചെയ്ത് കളയണം. അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് എഴുതും. അടുത്ത് ഞാനിപ്പോൾ എവിടെ എത്തി? V2 വന്നു, അവിടുന്ന് V1 വന്നു അല്ലേ. അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ലാസ്റ്റ് നിൽക്കുന്ന ഇപ്പോൾ എവിടെ? V1 നമ്മൾ ലാസ്റ്റ് നിൽക്കുന്നത്. അത് ഞാൻ ഇവിടെ എടുത്തെഴുതുക. V1 ഞാൻ ലാസ്റ്റ് എടുത്ത് നിൽക്കുന്നത്. ഇനി V1 എനിക്ക് V5 പോവാം, V4 പോവാം, V7 പോവാം അല്ലേ. V2 പോകാൻ പറ്റത്തില്ല. ഓൾറെഡി നമ്മളിവിടെ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഈ എഡ്ജ് എടുക്കാൻ പറ്റത്തില്ല. ഇത് അവിടുന്ന് റിമൂവ് ആയി പോയി. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? നോക്കിക്കേ. ഇങ്ങനെ വരുമല്ലോ എൻ്റെ ഗ്രാഫ്. അപ്പം എൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇവിടെ V2, ഇവിടെ V6, ഇത് V3, ഇത് V4, ഇത് V5, ഇത് V1, ഇത് V7. ഇതാണ് ഇപ്പോൾ എൻ്റെ ഗ്രാഫിൻ്റെ സ്റ്റേറ്റ്. ഇത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഈ റിമാർക്ക് എന്ന് പറയുന്നത് റീസൺ ആണ്. നിങ്ങൾക്ക് എന്ത് റീസൺ എഴുതുക. ഇവിടെ നോ എഡ്ജ് ഫ്രം V2, സോ അവിടെ ബ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ V1 V2 പോയത്. അങ്ങനെ എന്തെങ്കിലും ഒരു റിമാർക്ക് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നത്? V1 നിൽക്കുന്നത്. V1 എനിക്ക് എവിടെയൊക്കെ പോകാം? V7 പോവാം, V5 പോവാം, V4 പോവാം. ഞാനിപ്പോൾ V4 പോവാം. V1 V4 പോയി അല്ലേ. ആ സ്റ്റെപ്പ് ഞാൻ അടുത്ത ഏത് എഡ്ജിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ ഇവിടെ കാണിക്കേണ്ടത്.
എവിടെയൊക്കെ ഞാൻ പോയെന്ന് എവിടെ ഈ പാത്തിൽ എഴുതി കാണിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എവിടെ പോയി V4 പോയല്ലേ. അപ്പം V1 നിന്നാണ് ഞാൻ V4 പോയത്. അപ്പോൾ ആ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങോട്ടാക്കാം. V2 പോയി, V2 V1 പോയി, ഇപ്പോൾ ലാസ്റ്റ് എവിടെ പോയേക്കുന്നത് V4 പോയിക്കുന്നത്. അത് ഞാൻ ഇവിടെ പാത്തിൽ കാണിച്ചു. എന്നിട്ട് ഇവിടുത്തെ ലാസ്റ്റ് എഡ്ജ് ഏതാ V4 അത് അതേപോലെ എടുത്ത് താഴത്തേക്ക് എഴുതുക. ഇനി ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നത് V4 നിൽക്കുന്നത് അല്ലേ. ഈ എഡ്ജും റിമൂവ് ആയില്ല. അപ്പോൾ എൻ്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കിക്കേ. ചെറുതാക്കി വരയ്ക്കാവേ. ഇതെൻ്റെ V2, ഇവിടെ V6 ഉണ്ട്, ഇത് V3, ഇത് V4, ഇത് V1, ഇത് V7, ഇത് V5 അല്ലേ. എൻ്റെ ഗ്രാഫ് അപ്പോൾ ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നത് V4 നിന്നത്. V4 എനിക്ക് ഞാൻ നെക്സ്റ്റ് ഇപ്പം വിചാരിക്കുക V4 V3 അല്ലേ അടുത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ V3 പോവുക. അപ്പോൾ ഇതങ്ങ് റിമൂവ് അല്ലേ. അപ്പം ഞാൻ അടുത്ത V3 പോകുന്നത്. അത് ഞാൻ ഇവിടെ കാണിക്കാം. നെക്സ്റ്റ് ഞാൻ പോകുന്നത് V3 ഇപ്പോൾ എൻ്റെ പാത്ത് എങ്ങനെയായി V2, V1, V4, V3 അല്ലേ. ലാസ്റ്റ് എവിടെ നിൽക്കുന്നത് V3 ആ V3 അതേപോലെ ഇവിടെ എടുത്ത് എഴുതാം. ഇപ്പം ഞാൻ നോക്കിക്കേ V3 റിമൂവ് ചെയ്തു. V4, V3 എന്നുള്ള ആ എഡ്ജ് ഞാൻ റിമൂവ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് എങ്ങനെയൊക്കെ പോകാം V3 V2 മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഏതാണ് നെക്സ്റ്റ് ഞാൻ പോകുന്ന എഡ്ജ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു V2, V1, V4, V3, V2 എന്നല്ലേ. ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് V2 V2 അതേപോലെ ഞാൻ എടുത്ത് എഴുതി. അപ്പോൾ ഇത് ഈ V3, V2 എന്ന് പറയുന്ന എഡ്ജാണ് ഞാനിപ്പോൾ റിമൂവ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഗ്രാഫ് എങ്ങനെ വരും ഇങ്ങനെ വരുമല്ലേ. ഇതെൻ്റെ V1, ഇതെൻ്റെ V7, ഇതെൻ്റെ V5. അപ്പോൾ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ വന്നു. ഓക്കെ, ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നത് V2 നിൽക്കുന്നത്. ഇനി എനിക്ക് റിമൂവ് ചെയ്യാൻ ഈ എഡ്ജല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇനി V6 റിമൂവ് ചെയ്യുകയാണ്. ഇനി അപ്പം നെക്സ്റ്റ് എഡ്ജ് ഏതാണ് V6 ആണ്. അപ്പോൾ V2, V1, V4, V3, V2, V6 അല്ലേ. അപ്പോൾ V6 ഞാൻ V2, V6 എന്നുള്ള ആ എഡ്ജ് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ എൻ്റെ ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനായി. ഇനി ഇതാണ്ടേ ഇപ്പോൾ ഞാൻ V6 നിൽക്കുക. V6 എനിക്ക് V4 ഒരു പാത്തുള്ളൂ. ഇനി അപ്പോൾ ഏത് എഡ്ജ് റിമൂവ് ചെയ്യും? ഈ എഡ്ജ് റിമൂവ് ചെയ്യും. അടുത്ത V4 ആണല്ലേ. അപ്പോൾ എങ്ങനെ വരും എൻ്റെ ഓയിലർ പാത്ത് V2, V1, V4, V3, V2, V6, V4 അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ V4 നിൽക്കുന്നതല്ലേ. ഇപ്പം ഞാൻ V4 നിൽക്കുക. പിന്നെ എനിക്ക് വരുന്ന എഡ്ജ് ഇതല്ലേ V5 ഒരു എഡ്ജ്. അപ്പം ഞാൻ ഇത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ V4 ലാസ്റ്റ് നിൽക്കുന്നത്. അടുത്ത ഞാൻ എടുക്കുന്ന എഡ്ജ് V5 ആണ്. അപ്പോൾ എൻ്റെ പാത്ത് എങ്ങനെ വരും V2, V1, V4, V3, V2, V6, V4, ലാസ്റ്റ് ഏതാ വന്നത് V5. ഇപ്പം ഞാൻ അതാണ്ട് V5 നിൽക്കുക. ഇപ്പം എൻ്റെ ഗ്രാഫ് എങ്ങനെയായി ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇതെൻ്റെ V5, ഇതെൻ്റെ V1, ഇത് V7. ഇപ്പം ഞാൻ V5 നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ഞാൻ എടുക്കേണ്ട എന്തായാലും ഇതായിരിക്കുമല്ലോ. അപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് V1 ആണ്. അപ്പോൾ എങ്ങനെ പോകും V2, V1, V4, V3, V2, V6, V4, V5, V1 ആവും അല്ലേ. ഇനി നെക്സ്റ്റ് എനിക്കിനി ഈ V7 കൂടെ എടുത്താൽ മതി. അപ്പം ഞാൻ എല്ലാ എഡ്ജും ഇപ്പം കവർ ചെയ്തു അല്ലേ. ഇനി അടുത്ത ഞാൻ എടുക്കാൻ പോകുന്ന ഏതാണ് V7 ആണ്. അപ്പോൾ എൻ്റെ ഓയിലർ പാത്ത് എങ്ങനെ വരും? അതായത് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ഓയിലർ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? V2, V1, V4, V3, V2, V6, V4, V5, V1, V7 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരിക്കും എൻ്റെ ഓയിലർ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കാൻ നമ്മൾ എന്താണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? V2 സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് എവിടെ വന്ന് നിന്നു? നമ്മൾ V2 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. V2 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് എവിടെയാണ്? V7 നിൽക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ എല്ലാ എഡ്ജസും ട്രാവൽ ചെയ്തു അല്ലേ. പിന്നെ എന്താണ് V2 തുടങ്ങി V7 അവസാനിച്ചപ്പോൾ എന്താണ് ഒരു ഓപ്പൺ വോക്കാണ്. ഇങ്ങനെയാണ് അപ്പോൾ ഓയിലറിൻ്റെ പാത്ത് കണ്ടുപിടിക്കുന്നത്. ഇതേ സെയിം സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓയിലർ സർക്യൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓയിലർ സർക്യൂട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കട്ടോ. നമ്മൾ നേരത്തെ ചെയ്തില്ല ഓയിലർ പാത്ത് കണ്ടുപിടിച്ചില്ല, അതേപോലെ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓയിലർ സർക്യൂട്ട് കണ്ടുപിടിക്കാൻ. ഓയിലർ സർക്യൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എല്ലാത്തിനും ഈവൻ ഡിഗ്രി ആണോ നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ 1, 2, 3, 4 ഈവൻ ഡിഗ്രി അല്ലേ.
ഇവിടുത്തെ ഈവൻ ഡിഗ്രിയാണ്, ഇവിടെ എത്രയാണ് ഈവൻ ഡിഗ്രിയാണ്, ഇവിടെ 4 അല്ല ഈവൻ ഡിഗ്രിയാണ്, ഇവിടെ 2 ഈവൻ ഡിഗ്രിയാണ്, ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ് അല്ലേ, എല്ലാം ഈവൻ ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്താണ്, ഒരു ഓയിലർ സർക്യൂട്ടാണ് നമുക്ക് മനസ്സിലായി. ഓയിലർ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്തുമായിരുന്നു, ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ വെർട്ടക്സിൽ തന്നെ തിരിച്ച് ട്രാവൽ ചെയ്ത് എത്തണം അല്ലേ. അപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എന്താണ് നേരത്തെ എഴുതിയതുപോലെ പാത്ത്, നെക്സ്റ്റ് എഡ്ജ്, റിമാർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം ഞാൻ എയിൽ സ്റ്റാർട്ട് ചെയ്യാൻ എയിൽ ബിയിൽ പോയി, ബിയിൽ പിന്നെ സിയിൽ വന്നു, സിയിൽ എനിക്ക് വേണമെങ്കിൽ തിരിച്ച് എയിൽ വരാം അല്ലേ. പിന്നെ എയിൽ ഞാൻ ഡി പോവാം, ഡിയിൽ സിയിൽ വന്നു, സിയിൽ പിന്നെ ഞാൻ ഇയിൽ പോയി, ഇയിൽ എഫിൽ പോയി, എഫിൽ ജിയിൽ പോയി, ജിയിൽ പിന്നെ ഞാൻ തിരിച്ച് ഇയിലേക്ക് പോവുക, ഇയിൽ വന്നു അല്ലേ. ഇനി ഇയിൽ ഞാൻ എച്ചിൽ പോയി, എച്ചിൽ ജിയിൽ പോയി, ജിയിൽ പിന്നെ എനിക്ക് എവിടെ പോവാം, എനിക്ക് ഈ വഴി കണ്ടോ, ഇതിൽ കൂടെ എനിക്ക് എയിൽ വരാം അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അപ്പം എന്തൊക്കെ എഴുതണ്ടേ, സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പാത്ത്, പിന്നെ നെക്സ്റ്റ് എഡ്ജ് വരും, നെക്സ്റ്റ് എഡ്ജ് ഏതാണോ എടുക്കേണ്ടത് അത് എഴുതണം. അതേപോലെ റിമാർക്ക്, പിന്നെ ആ ഫിഗർ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേ എങ്ങനെ ആയിരിക്കും ആ ഫിഗർ എന്നും കൂടെ വരച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ വേറൊരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.